അറബിയിൽ തന്നെ ഓതണം. മലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് ജുമാ നടത്തിയാൽ ജുമാ സഹീഹാവൂല, ജുമാക്ക് വിട്ടൊരു കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിൽ വളരെയേറെ മുന്നിൽ നിന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം യഹ്യ ഇബ്നു ശറഫ് നവാവി, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുതുബാണ്. വെറുതെ ഖുതുബാണെന്ന് പറയലല്ല, എത്രയോ തെളിവുകൾ ഇമാമികൾ അതിന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പണ്ട് ചിലപ്പോ ഖുതുബുസ്സമാൻ മഞ്ചേരിയിൽ, അത് ഖുതുബല്ല, നേരത്തെ പല തട്ടിപ്പുകളും ഉണ്ട്. ഇത് ശരിയാണ്, ഖുതുബാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുതുബൽ ഇമാം നവവി, ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹഖ് പറയുന്നതിൽ ഒരൽപ്പം മടിച്ചു നിൽക്കാത്ത മഹാനാണ്. ഒരു ദിവസം മഹാനവറുകൾ ദർസ് നടത്തുന്ന മദ്രസയിൽ നാട്ടിലെ ഭരണാധികാരി വന്നിട്ട് പറഞ്ഞു, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട മുഴുവൻ കിതാബും ഇവിടുന്ന് എടുത്ത് മാറ്റണം. നവവി ഇമാം സമ്മതിച്ചില്ല. ഇവിടത്തേക്ക് വഖഫ് ചെയ്യപ്പെട്ട ഈ വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പാടില്ലെന്ന നിബന്ധനയോടുകൂടെയുള്ള വഖഫാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരൊറ്റ കിതാബ് എടുത്ത് മാറ്റാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ ഭരണാധികാരിക്ക് ദേഷ്യം പിടിച്ചു. ഇതാരാ ഒരു ശരിയാര്, ഞാനിവിടുത്തെ ഭരണാധികാരിയായിട്ട് ഞാൻ പറഞ്ഞതിനെതിരെ പറയാൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് വേദനിപ്പിക്കാൻ വേണ്ടി, പിടിച്ച് ഇടിക്കാൻ വേണ്ടി ഭരണാധികാരി നവവി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് അങ്ങ് നടന്നു. സുബ്ഹാനല്ലാഹ്. രണ്ട് ചവിട്ടടി എടുത്തു വെക്കുമ്പോൾ പിന്നെ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത്. നേരെ ചെന്നിട്ട് മാനേജറോട് പറഞ്ഞു, ഈ പണ്ഡിതന് ഭക്ഷണം കൊടുക്കരുത്, ഈ പണ്ഡിതന് ശമ്പളം കൊടുക്കരുത്, ഞാൻ പറയുന്നതിനെതിരെ പറഞ്ഞവനാണ്. അപ്പോഴാ മാനേജർ പറയുന്നത്, ആ പണ്ഡിതൻ ഇന്നുവരെ നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നുവരെ നമ്മളെ ശമ്പളം പറ്റിയിട്ടില്ല. ബാപ്പ കൊണ്ട കൊടുക്കുന്ന ചെറിയ ഭക്ഷണം കൊണ്ട് അത്താഴം കഴിക്കും, ബാപ്പ കൊണ്ട കൊടുക്കുന്ന ചെറിയ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കും, നോമ്പിലായി ജീവിക്കുന്ന മഹാനാണ്. അത് പറഞ്ഞപ്പോൾ ഭരണാധികാരി പറഞ്ഞു, അത് തന്നെയല്ലേ. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ഞാനങ്ങ് ചെന്നപ്പോ പടുകൂറ്റൻ സിംഹം എന്നിലേക്ക് വാപൊളിച്ചു നിൽക്കുന്നത് കണ്ടത് ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടിയതാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നവവി ഇമാമിന്റെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം എഴുതിയ കിതാബും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കണഞ്ഞു പോയപ്പോൾ തൊട്ടടുത്തുള്ള അതേ മഹാനവറുകളുടെ കയ്യിന്റെ വിരലിൽ പ്രകാശം ലഭിച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിലൂടെ കിതാബ് എഴുതി മുഴുവിച്ചിട്ടുണ്ട്. ആ ഇമാം നവവി അവിടുത്തെ സഹബുൽ മുഹദ്ദബിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ തർശീരിയിൽ വെച്ച് പ്രസംഗിച്ചത്. നവവി ഇമാമാണ് പറഞ്ഞത്. അറബിയിലായിരിക്കൽ നിബന്ധനയാണ്, ഷർത്താണ്. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബോധി ജുമാ നടത്തിയാൽ ജുമാ ബാത്തിലാണ്, ജനങ്ങളെ നിസ്കാരം ബാത്തിലാണ്. അതാണ് ശരിയാണ് വീക്ഷണമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ സറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു തെളിവെന്താണ്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ഹബീബായ നബി തങ്ങൾ ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് നിസ്കരിച്ച ഭാഷയിലല്ലാതെ അവിടുന്ന് ഖുതുബ ഓതിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട്
ഹബീബായ നബികളെ പിന്തുടരാതെ നമ്മുടെ നിസ്കാരം ശരിയാകൂല. ഹബീബായ നബിതങ്ങൾ അറബിയിൽ മാത്രം ഖുതുബോധി അറബിയിൽ മാത്രം ജുമാ നിസ്കരിച്ചതിനാൽ അതുപോലെ നിസ്കരിക്കാത്തവന്റെ ജുമാ നിസ്കാരം ബാത്തിലാണ്. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബോധി നടത്തുന്ന ആ നിസ്കാരം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനം ബാത്തിലാണ്. ഒരിക്കലും അത് നിസ്കാരമല്ല, ജുമായല്ല. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് ഇമാം നബവി റളിയല്ലാഹു രേഖപ്പെടുത്തിയതാണ്. ആ ഇമാം നബവി റളിയല്ലാഹു ദിവസം നടത്തിയ സ്ഥലത്ത് ഇമാം സുൽക്കി റളിയല്ലാഹു വന്നപ്പോൾ നബവി ഇമാം റളിയല്ലാഹുവിന്റെ കാലി വെച്ച സ്ഥലം ഇമാം സുൽക്കി റളിയല്ലാഹു മുഖം വെച്ചങ്ങ് ചുംബിച്ചു. നബവി ഇമാം റളിയല്ലാഹുവിന്റെ കാലി വെച്ച സ്ഥലത്ത് ഇമാം സുൽക്കി റളിയല്ലാഹു മുഖം വെച്ചങ്ങ് ചുംബിച്ചു. എന്നിട്ട് അവിടുന്ന് ചൊല്ലി വഫീ ദാരിൽ ഹദീദി നജീഹു മന്നാ لها على بسط لها عصب وآوي لعلي أن نال الأمر وجهي مكانا مسه قدم النواوي. ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നബിമാന കാലി വെച്ച സ്ഥലം ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നബിമാമിന്റെ കാലി വെച്ച സ്ഥലത്ത് എന്റെ കബൾത്തടം വെച്ചിട്ട് ബറക്കത്തെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ നിലയ്ക്ക് ഇമാമികൾ ബഹുമാനിച്ച 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഒരുപോലെ ആദരിച്ച ഇമാം നബവി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞതാണ് ഞാൻ അവിടെ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ പറയാനുള്ള കാരണമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബ് തിരിച്ചുകൊണ്ട് മലയാളത്തിൽ ഖുതുബോധിയിട്ട് ജുമാ നടത്തിയാൽ ജുമാൽ അത് ബാത്തിലാണ് എന്ന് ഞാൻ ആണയിട്ട് ശക്തമായി പറഞ്ഞു. ആ നബവി ഇമാം തങ്ങൾക്ക് മുസ്ലിമീങ്ങളോടുള്ള കൂറത്രയാണ്. ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ട ഒരു വിശേഷണമാണ് മുസ്ലിം ഉമ്മത്തിനോട് കൂറ് വേണം. എല്ലാവരും നന്നാകണം, എല്ലാവരും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കണം. ഒരൊറ്റ മനുഷ്യൻ നരകത്തിൽ കടക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരൊറ്റ മനുഷ്യൻ പിഴച്ചു പോകണമെന്ന് ചിന്തിക്കാൻ പാടില്ല. ഒരു പറ്റ മനുഷ്യൻ പിഴവിൽ നിലനിൽക്കണമെന്ന് ചിന്തിക്കാൻ പാടില്ല. മറിച്ച് എല്ലാവരും നന്നാകണം എന്ന ചിന്ത നമുക്കുണ്ടെങ്കിലേ പടച്ച റബ്ബിന്റെ അടുക്കൽ നമുക്ക് രക്ഷയുള്ളൂ. വന്നശഹലിക്കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും നന്മ ഉദ്ദേശിക്കണം. ആ കാരണം കൊണ്ട് തന്നെയാണല്ലോ ഇമാം നബവി റളിയല്ലാഹു അൻഹു തൊപ്പിയും കെട്ടിട്ട് ഒരാൾ ഓടിക്കളഞ്ഞപ്പോ ആ മനുഷ്യന് തൊപ്പി കട്ടത് പൊരുത്തപ്പെട്ടു കൊടുത്തു. കാരണം അവൻ തൊപ്പി കട്ട വകയിൽ നരകത്തിൽ കിടക്കണ്ട, ഞാനത് പൊരുത്തപ്പെട്ടു കൊടുക്കാമെന്ന് തോന്നി. പക്ഷേ ആ പൊരുത്തപ്പെട്ട വിവരം കള്ളൻ അറിയാത്തത് കൊണ്ട് അവനത് ഉപയോഗിക്കൽ ഹറാം തന്നെ. ആ ഹറാമിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനത് പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ ഇമാം നബവി കള്ളന്റെ പിന്നാലെ ഓടി. സുബ്ഹാനല്ലാഹ്, കള്ളന്റെ സമീപത്തെത്തിയപ്പോൾ ശബ്ദം കേട്ട് കള്ളൻ സ്പീഡ് കൂട്ടി ഓടുമ്പോ നബവി ഉറക്ക വിളിച്ചു പറഞ്ഞില്ലേ, റവീത്തുലക്ക, ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, ഞാൻ നിന്നെ പിടിക്കാൻ വരുന്നതല്ല, എന്റെ തൊപ്പി തിരിച്ചു വാങ്ങാൻ വരുന്നതല്ല, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പൊരുത്തപ്പെട്ട വിവരം പറയാൻ വരികയാണ്. ഇതെന്തൊരു ഇഖ്ലാസാണ് ചെറുപ്പക്കാരെ, ഇതെന്തൊരു മനസ്സാണ് മുഅ്മിനീകളെ. അത്ര നിഷ്കളങ്കമായ മനസ്സുള്ള ബഹുമാനപ്പെട്ട ഇമാം നബവി, സുബ്ഹാനല്ലാഹ്, അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വലിയ സർപ്പങ്ങൾ, പാമ്പുകൾ വരുന്നു. ഇമാം നബവി തങ്ങൾ പാമ്പിന് ഭക്ഷണം കൊടുക്കുന്നു. ഇമാം നബവി തങ്ങളെ ബറക്കത്ത് വാങ്ങി വലിയ
വലിയ പാമ്പുകൾ തിരിച്ചു പോകുന്നു. ഇമാം നവവിയെ ആ പാമ്പുകൾ ആദരിക്കുന്നു. ഇങ്ങനെയുള്ള നൂറുകണക്കിന് കറാമത്ത് കണ്ട കുതുബായ ഇമാം നവവിയല്ലേ നമ്മളെ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമായ ജുമഅ നിസ്കാരം ബാത്തുലാകരുതെന്ന നിലയ്ക്ക് അറബിയിൽ ഖുതുബ ഓതിയാലേ ജുമഅ സഹീഹാവൂ, ഇല്ലെങ്കിൽ ജുമഅ ബാത്തിലാ എന്ന വിവരം രേഖപ്പെടുത്തിയപ്പോൾ